ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ക്രിസ്ത്യാനിയാവുക എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? നമ്മൾ പള്ളിയിൽ പോയാൽ അതിനർത്ഥം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നാണോ? അങ്ങനെ ജനങ്ങൾ കരുതുന്നതിനെക്കുറിച്ച് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ രക്ഷിപ്പിന് അതിനേക്കാൾ കൂടുതലുണ്ട്. രക്ഷിപ്പ് വിജയത്തിൻ്റെ ജീവിതമാണ്. ലോകത്തിലൂടെ കടക്കാനാവുമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയല്ല അത് വിജയത്തിൻ്റെ ജീവിതമാണ്. ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ അനുവദിക്കുന്ന ജീവിതമാണ്. എന്നിട്ട് മറ്റുള്ളവരെ സൗഖ്യമാക്കാനായി നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തെ അനുവദിക്കുന്നു. ആമേൻ. എല്ലാം നിങ്ങൾ തന്നെ തയ്യാറാക്കേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ നിങ്ങളിലൂടെ അവന് മറ്റൊരാളുടെ ജീവിതം നന്നാക്കാനാവും. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ ധാരാളം ജനങ്ങൾ, എല്ലാവരുമല്ല, നിങ്ങളിൽ പലർക്കും ഇത് നന്നായിട്ട് അറിയാം, പക്ഷേ പലർക്കും ഇത് അറിഞ്ഞിരിക്കില്ല. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവനോടുകൂടെ അവനിലൂടെ ദൈവവുമായി വളരെ അടുത്ത ബന്ധത്തിനുള്ള വാതിൽ അവൻ തുറക്കുകയാണ്. വേദപുസ്തകം യോഹന്നാൻ 14 ഇങ്ങനെ പറയുന്നു. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ വാസ്തവത്തിൽ സ്നേഹിച്ചാൽ എൻ്റെ വാക്ക് പാലിക്കും, എൻ്റെ ഉപദേശം അനുസരിക്കും. എന്നിട്ട് എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവനിലേക്ക് വരും, എന്നിട്ട് ഞങ്ങളുടെ താമസ സ്ഥലത്തെ അവൻ്റെ കൂടെയാക്കും. ക്രിസ്തുവിനെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവൻ നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? അവനെ തിരിച്ചും സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ശരിയായ പ്രതികരണം. നാം ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുമ്പോൾ അവനെ അനുസരിച്ച് നടക്കാൻ നാം പരമാവധി ശ്രമിക്കും. നമുക്കത് തികവോടെ ചെയ്യാനാവില്ലെന്ന് എനിക്കറിയാം. നമ്മൾ ജഡീക ശരീരത്തിലായിരിക്കുന്നിടത്തോളം ആവില്ല. പക്ഷേ നാം ദിവസവും ഉണരുമ്പോൾ നമ്മുടെ ലക്ഷ്യം ദൈവത്തെ സേവിച്ച് അവനെ സന്തോഷിപ്പിക്കുക എന്നാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്നപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നു. ആഴ്ച മുഴുവനും എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകും. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്ന് എനിക്കറിയില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു കെട്ടിടത്തിൽ പോയി കുറച്ച് സമയമിരുന്ന് ആ ആഴ്ച ദൈവത്തോടൊത്ത് സമയം ചിലവാക്കിയതിന് സ്വർഗത്തിലൊരു മാർക്ക് കിട്ടും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഒരു ക്രിസ്ത്യാനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ജനങ്ങളോട് ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നത് ഞാൻ വെറുക്കുന്നു. ഞാൻ പള്ളിയിൽ പോകുന്നു. നമ്മുടെ ഉത്തരം വ്യത്യസ്തമായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കോ? എനിക്ക് തോന്നുന്നു നമ്മൾ പള്ളിയിൽ പോകണം, പക്ഷേ അത് നമ്മുടെ ജീവിതകാലം മുഴുവനും ദൈവത്തോടൊത്തുള്ള നടത്തത്തിന് ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാം പള്ളിയിൽ പോകണം, പഠിക്കണം, എന്നിട്ട് ലോകത്തിൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ പഠിച്ചത് പ്രകാരം ജീവിക്കേണ്ടതാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങൾക്കായി മരിക്കാൻ പുത്രനെ അയച്ചു. നിങ്ങളുടെ പാപങ്ങൾക്ക് വിലയായി പാപികളായ നിങ്ങൾക്കുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തു. അവൻ സാത്താനെ തോൽപ്പിച്ചു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഏത് മതത്തിലും ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ദൈവം അവൻ മാത്രമാണ്. എന്തെങ്കിലും മരിച്ചുപോയ ഒരു വ്യക്തിയെയോ ദൈവത്തെയോ ആരാണ് ആരാധിക്കാൻ ആഗ്രഹിക്കുക? ആമേൻ. ഒരു മിനിറ്റിനകം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പക്ഷേ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ജീവിതത്തിൽ നാം പകർത്തേണ്ട ഒന്നാണത്. എവിടെയാണ് നാം ശാശ്വതമായി ജീവിക്കാൻ പോകുന്നത് എന്നാണത്. ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വരെ നിങ്ങൾ എവിടെയാണ് ജീവിക്കാൻ പോകുന്നത്? യേശുവിനെ പിന്തുടരാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ, ഇതൊരു തീരുമാനമാണ്, ഒരു തോന്നലല്ല. പലപ്പോഴും നാം തോന്നലുകളാലാണ് ജീവിക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം ഒരു യാഥാർത്ഥ്യമാണ്. വേദപുസ്തകം പറയുന്നു, ദൈവവുമായുള്ള ബന്ധം, ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുവാനായി അവൻ തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ അയച്ചു എന്ന്. അത് മുഖേന നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമുക്കൊരു പുതിയ ജീവൻ നൽകാനും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏവനും എന്ന വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. പുതിയ ചില പരിഭാഷകളിൽ പറയുന്നു ആരായാലും. വേദപുസ്തകത്തിൽ നാം കാണുന്ന വാഗ്ദാനങ്ങളെല്ലാം ഏവനുമുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഞാനാണ് ആ ഏവനും, നിങ്ങളാണ് ആ ഏവനും. ദൈവം ജനങ്ങളെ ആദരിക്കുന്നവനല്ല. ഇത് നിങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നല്ല സുഹൃത്തിനെ വേണമെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്ന് അറിയണമെങ്കിൽ, നിങ്ങൾക്കൊരു മികച്ച ഭാവി വേണം എന്നറിയണമെങ്കിൽ നിങ്ങളൊരു ഏവനുമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദാനവും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതം ക്രിസ്തുവിലേക്ക് തിരിക്കാൻ നാം മടിക്കുന്നു. കാരണം നാം കരുതും, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്.
അപ്പോഴും എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നതെല്ലാം ചെയ്യാനാവും? അതോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുമോ? ശരി, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതം നയിക്കുന്നതിൽ നന്നായി പ്രവർത്തിച്ചോ? നിങ്ങളുടെ തീരുമാനങ്ങളുടെ അവസാന ഫലം തൃപ്തികരമായിരുന്നോ? ആയിരിക്കില്ല. കാരണം ആയിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിരിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവന് മാത്രമേ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നറിയൂ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ നല്ലതിനും നന്മയ്ക്കും മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. സുവാർത്ത എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യാനികളായ നാം ഒരു രക്ഷിതാവിനെ ആഘോഷിക്കുന്നു. നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. പല മതത്തിലുള്ളവരും ആരാധിക്കുന്നത് പണ്ട് ജീവിച്ചിരുന്ന് പിന്നീട് മരിച്ച വ്യക്തികളെയാണ്. മരിച്ചുപോയ ഈ വ്യക്തി പഠിപ്പിച്ച തത്വങ്ങളിലാണ് അവർ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം വിശ്വസിക്കുന്നത് ജീവിക്കുന്ന രക്ഷകനെയാണ്, ഉയർത്തെഴുന്നേറ്റ രക്ഷകനെ. വാസ്തവത്തിൽ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി വായിക്കാൻ പോകുന്നത്. മർക്കോസിന്റെ 16-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ശബ്ബത്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം, മഗ്ദലനക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചേർന്ന് യേശുവിന്റെ ശരീരത്തിൽ പൂശേണ്ടതിന് സുഗന്ധവർഗ്ഗങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. യേശു മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളും വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചു. ഭീകരമായ വേദനയുള്ള മരണമാണ് ക്രൂശീകരണം. എന്നിട്ട് അവൻ മരിച്ചു. സ്ത്രീകൾ അവന്റെ ശരീരത്തെ പൂശുവാൻ ചെന്നു. അത് അന്നത്തെ സമ്പ്രദായമായിരുന്നു. ആഴ്ചവട്ടത്തിലെ 1-ാമത്തെ ദിവസം പ്രഭാതത്തിൽ അവർ കല്ലറയുടെ അടുത്തെത്തി. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയും എന്നവർ തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ ആരോ കല്ല് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നതായിട്ട് അവർ കണ്ടു. ഇത്രയും വലിയ കല്ല് ഉരുട്ടിയത് ആരായിരിക്കും എന്ന് അവർ അത്ഭുതപ്പെട്ടു. കല്ലറയ്ക്കകത്ത് അവർ കടന്നപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു ബാല്യക്കാരൻ വലതുഭാഗത്ത് ഇരിക്കുന്നത് അവർ കണ്ടു. അവരത് കണ്ടാറി ഭയം കൊണ്ട് പേടിച്ച് നടുങ്ങി. അവർ ഭയന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, കാരണം അവർ ദൂതനെയാണ് കണ്ടത്. അവൻ അവരോട് പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. നിങ്ങൾ നസറായനായ യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. അവൻ ക്രൂശീകരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. പക്ഷേ അവർ അവനെ വെച്ച സ്ഥലം നിങ്ങൾക്ക് വന്ന് കാണാം. യേശു നമുക്കായി മരിച്ചു. പക്ഷെ അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് ദൈവത്തിന്റെ ശക്തിയാലത്രേ. ഇതൊരു സുവാർത്തയാവുന്നത് എങ്ങനെ? കാരണം നാം ഉയർപ്പിക്കപ്പെടാനായി അവൻ ഉയർത്തെഴുന്നേറ്റു. നമുക്ക് ഉയർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുവാനായി അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് ലോകത്ത് നടക്കുന്ന സകലവിധ നാശങ്ങളും വേണ്ടാധീനങ്ങളും മറ്റു പലതിനും മേലായിട്ടുള്ള ജീവിതം മുകളിലുണ്ട്. അത് ശക്തവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെതുമാണെന്നറിയാമോ? അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത്. യേശുക്രിസ്തുവിനെ അവരുടെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഞങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ, അവർ മരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ എത്താനുള്ള ടിക്കറ്റ് നൽകാനായി അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കൈവീശി അയക്കാനല്ല ക്ഷണിക്കുന്നത്. നിങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതായി മാറിയിരിക്കുന്നു എന്ന്. തീർച്ചയായും ഇന്നിത് കാണുന്നവരിൽ ചിലർ പുതിയൊരു ജീവിതത്തിനായി തയ്യാറായിരിക്കും. നിങ്ങളൊരു പുതിയ തുടക്കത്തിന് തയ്യാറാണ്. കുറ്റബോധത്തെയും ശിക്ഷാവിധിയെയും പാപങ്ങളുടെ നാണക്കേടിനെയും നിങ്ങൾ ചെയ്ത സകല തെറ്റുകളെയും ചുമന്ന് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു പുതിയ തുടക്കത്തിനായി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ നിന്ന് ചുമടെടുക്കപ്പെടാനായി ആഗ്രഹിക്കുന്നുണ്ടാവാം. യേശുവിൽ പുതിയൊരു സൃഷ്ടിയാവാനും. നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷിപ്പ് എന്ന സമ്മാനം വാങ്ങിക്കാൻ തയ്യാറാണോ? അതിന് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്ലോറിഡയിലെ ടാംപയിലെ മീറ്റിംഗ് തുടരുന്ന സമയത്ത് ഒരു നല്ല സന്ദർഭം നൽകുകയാണ്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ ഒരേവനുമാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിക്കുന്ന രക്ഷിതാവുമായി, ഉയർത്തെഴുന്നേറ്റ രക്ഷകനുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലനായ പൗൽ പറഞ്ഞത് എനിക്കിഷ്ടമാണ്. അയാൾ പറഞ്ഞു, ഞാൻ അവനെയും അവൻ്റെ മരിച്ചവരിൽ നിന്ന് ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശക്തിയെയും കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന്. പൗൽ പറഞ്ഞു, എനിക്ക് അവനെ അറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവൻ്റെ ശക്തിയെയും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തെറ്റായ ചിന്തയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ആവും. പണ്ടത്തെ വേദനയിൽ നിന്നും മുറിവിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനാവും. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടായിരുന്നിരിക്കാം. അതിൽ നിന്ന് ഒരിക്കലും വിമോചിതരാവാൻ കഴിയില്ലെന്ന് കരുതുന്നുണ്ടാവാം. രണ്ടാംകിട ജീവിതത്തിന് യോഗ്യതയുള്ളൂ എന്നും. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്ക് ഉയർത്തെഴുന്നേറ്റ രക്ഷിതാവുള്ളത് കൊണ്ട് നിങ്ങൾക്കും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാം എന്നർത്ഥം. അതിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കും. ഒരു പുതിയ ജീവിതവും പുതിയ ആരംഭവും നിങ്ങൾക്കുണ്ടാക്കാം. എനിക്ക് ജീവിതത്തിൽ നല്ലൊരു തുടക്കമുണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു.
പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ തുടക്കമല്ല പ്രധാനം, നിങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. ജീവിതം തുടങ്ങിയ വിധം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടമല്ലായിരിക്കാം, ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥിതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: അവസാനം ഇഷ്ടപ്പെടത്തക്ക ഒരു സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കാനുള്ള ബന്ധം ദൈവവുമായി നിങ്ങൾക്ക് സ്ഥാപിക്കാനാവും. അവനോടൊത്ത് നിത്യമായി ജീവിക്കാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ ഇവിടെയുള്ളപ്പോൾ നിങ്ങൾക്ക് അതിശയിക്കുന്ന ജീവിതമുണ്ടാകാം. ഫ്ലോറിഡയിലെ ടാമ്പിൽ ഞങ്ങൾ നടത്തിയ പ്രഭാഷണം തുടരാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിലൂടെ ദൈവവുമായി ഒരു അത്ഭുതകരമായ അതിശയിപ്പിക്കുന്ന ബന്ധം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നതായിരുന്നു പ്രസംഗ വിഷയം. ഹൃദയത്തിൽ വിശ്വാസത്തോടുകൂടി വായിലൂടെ അത് ഏറ്റുപറയുകയാണെങ്കിൽ, യേശു താൻ ആരാണെന്ന് പറഞ്ഞതും അവൻ ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്തെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതായിരിക്കും. അവൻ നിങ്ങളിൽ ജീവിക്കാനായി വരും. എന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭവനമാകാം. ഇത് ഏറ്റവും ആവശ്യകരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ദിവസേന എന്നോട് തന്നെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാറുണ്ട്. ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്, ദൈവം നിങ്ങളിലും വസിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ഭവനമാണ്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് അടുക്കാൻ സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ വന്നിരിക്കുന്ന ധാരാളം ജനങ്ങൾ ഓരോ കോൺഫറൻസുകളെയും പോലെ യേശുവിനെ രക്ഷിതാവായി ഒരിക്കലും സ്വീകരിക്കാത്തവരായിരിക്കുമെന്ന്. ഏതോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യേശുവിനെ വെറുതെ വേണം എന്നാവശ്യപ്പെടാൻ സാധിക്കില്ല. അവന് നമ്മെ സമർപ്പിക്കാൻ തയ്യാറായിരിക്കണം. മനസ്താപപ്പെടൽ എന്നാൽ അർത്ഥം പിന്തിരിഞ്ഞ് വേറൊരു ദിശയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പാപിയാണെന്ന് അറിയുന്നത് കൊണ്ട് മാത്രം പ്രയോജനമുണ്ടാവില്ല. അഥവാ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഖേദിച്ചാലും അവയിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകാനായി സന്നദ്ധരാവേണ്ടതാകുന്നു. അത് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണമെന്ന് നമുക്കറിയാം. ചിലപ്പോൾ അതൊരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണമെന്ന് നമുക്കറിയാം. പക്ഷേ അതിന് നാം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കണം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു. ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളെ കഴുകി വെടിപ്പാക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ വരും. എന്നിട്ട് നിങ്ങൾ അത്ഭുതകരമായ ഒരു യാത്ര നയിക്കാൻ ആരംഭിക്കും. ഏറ്റവും അത്ഭുതകരമായ യാത്ര ഇതൊരു പ്രാവശ്യത്തേക്കുള്ളതല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പാപിയുടെ പ്രാർത്ഥന എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പകരം വേദപുസ്തകം കുറേശ്ശെ വായിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് പള്ളിയിൽ പോകുമെന്ന് ഉറപ്പാക്കണം. ദിവസവും പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവമൊത്ത് അത്ഭുതകരമായ യാത്രയ്ക്കായി ഇറങ്ങുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിലും പങ്കെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അവൻ നിങ്ങളെ തലകീഴാക്കി മറിക്കും, ഉള്ളും പുറവും ശുചീകരിക്കും. അതെ, ആമേൻ. ദൈവത്തിനെ ഞായറാഴ്ച രാവിലെ മാത്രം എന്നൊരു പെട്ടിയിലിട്ട് അടച്ചാൽ ഞാൻ പറയുന്ന ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അവനെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുറികളിലും അനുവദിക്കണം. നിങ്ങളുടെ വിനോദമുറിയിൽ അവനെ അനുവദിക്കണം, പണം സൂക്ഷിക്കുന്നിടത്തും ബന്ധങ്ങളുടെ മുറിയിലും അനുവദിക്കണം. ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും അവനെ നിങ്ങൾ അനുവദിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ദൈവം ഒരിക്കലും ഇതൊരിക്കലും മറക്കരുത്. നാം പ്രവർത്തിച്ചാൽ നമുക്ക് നന്മയുണ്ടാക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ദൈവം ആവശ്യപ്പെടില്ല. ദൈവം ഒരിക്കലും ജനങ്ങളോട് കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ട് അവർ ദുരിതം അനുഭവിക്കുന്നത് സ്വസ്ഥമായിരുന്ന് കാണില്ല. അവൻ ചോദിച്ചത് കഠിനമായ കാര്യമേ ആയിരിക്കില്ല. ചിലപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നാറുണ്ട്. ക്രിസ്തീയ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കഠിനമേ അല്ല. എന്നാൽ പാപിയായി ജീവിക്കുകയാണ് കഠിനം. അത് കഠിനമാണ്. ഹാങ് ഓവേഴ്സ് ഉണ്ടാവുന്നത് കഠിനമാണ്. കയ്പും വിദ്വേഷവും പകയും കൊണ്ടു നടക്കുന്നത് കഠിനമാണ്. അസൂയയും ഈർഷ്യയും കഠിനമാണ്. ഇവയെല്ലാം തന്നെ കഠിനമാണ്. ഡ്രഗ്സ് കഠിനമാണ്. വ്യഭിചാരം കഠിനമാണ്. ഇവയെല്ലാം കഠിനമായ കാര്യങ്ങൾ തന്നെയാണ്. ദൈവത്തോടൊത്ത് നടക്കുന്നത് കഠിനമേ അല്ല. അത് കഠിനമല്ല. അതിനാൽ സാത്താൻ നിങ്ങളുടെ തലച്ചോറിൽ അത് കൊണ്ടുവന്നിടാൻ അനുവദിക്കരുത്. കാരണം അപ്പോൾ തോന്നുമോ ഇത് വളരെ കഠിനമാണ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം വിശ്വസിക്കുക, ഇതൊട്ടും കഠിനമല്ല. നിങ്ങളൊരു കുഴപ്പമാണെന്നും സ്വയം നിങ്ങൾക്ക് സഹായിക്കാനോ സ്വയം മാറാനോ കഴിയില്ലെന്നും വിശ്വസിക്കുക. ദൈവത്തിന് മാത്രമേ നിങ്ങൾ സഹായിക്കാനാവൂ. അവനെ ഹൃദയത്തിലേക്ക് അനുവദിച്ചില്ലെങ്കിൽ എന്നും കുഴപ്പത്തിൽ കഴിയാം. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ, ജോയ്സ്, ഞാൻ എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിക്കുന്നു, ഇന്ന് തന്നെ ഞാൻ അതിനെ ആഗ്രഹിക്കുന്നു, എങ്കിൽ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ ദൈവത്തെ സേവിക്കാൻ ശ്രമിച്ചു, പക്ഷെ പുറകോട്ട് ചാഞ്ഞു, വീണ്ടും ഞാൻ പാപത്തിൽ ജീവിച്ചു, ദൈവം എന്നെ തിരിച്ച് സ്വീകരിക്കുമോ എന്നറിയില്ല. ഇന്ന് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വന്നാൽ പ്രത്യാശയുടെ കിരണങ്ങൾ നിങ്ങൾക്കുണ്ടാവും.
എനിക്ക് ഒരു കൂട്ടം ജനങ്ങളുടെ പുറകെ പോകണമെന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം മതവിശ്വാസികളുടെ കൂട്ടത്തെക്കുറിച്ചാണ്. ഞാനിതാരെയും അപമര്യാദയായി പറയുകയല്ല. യേശു മതവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു. യേശു മരിച്ചത് നമുക്കൊരു മതമുണ്ടാക്കി തരാനല്ല. അവൻ മരിച്ചത് നമുക്ക് ദൈവത്തെങ്കിലേക്ക് അവനിലൂടെ അടുത്ത ബന്ധം സ്ഥാപിച്ചു തരാൻ വേണ്ടിയാണ്. ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പള്ളിയിലേക്ക് വിശ്വാസത്തോടെ പോകുന്ന ധാരാളം ജനങ്ങളുണ്ടായിരിക്കും. ദൈവത്തിൽ അവർക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ദൈവപുത്രനായ യേശു കുരിശിൽ മരിച്ചതെന്നും അതവർ പഠിച്ച വസ്തുതയാണ്. അവരത് വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷെ അത് അവരുടെ ഹൃദയത്തിലുണ്ടോ എന്നെനിക്കറിയില്ല. അക്കാര്യം അറിയില്ല. ചിലർ പെരുമാറ്റത്തിലൂടെ കാര്യങ്ങൾ ചെയ്തു വരുന്നു. കാരണം അത് അവർക്ക് കിട്ടിയത് അമ്മയിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നുമൊക്കെ ആയിരിക്കാം. അതാണ് അവരും പരിശീലിക്കുന്നത്. അത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട പ്രവർത്തികളായിരിക്കും. ഞാനിത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പൃഷ്ഠം തേഞ്ഞു പോകുന്നതുവരെ പള്ളിയിലെ സീറ്റിൽ ചെന്നിരിക്കാം. പക്ഷേ അത് നിങ്ങളെ ക്രിസ്ത്യാനികളാക്കുകയില്ല. നിങ്ങളെ ക്രിസ്ത്യാനികളാക്കുന്ന ഒരേ ഒരു കാര്യം യേശുവിനെ മുഴുവനുമായി പരിപൂർണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവന് വിട്ടുകൊടുക്കൂ. ചിലപ്പോൾ ഞാൻ പറഞ്ഞ മതവിശ്വാസികളായിരിക്കാം. ഞാൻ നിങ്ങളെ ഇപ്പോൾ പിടിച്ച് കുലുക്കി നിങ്ങളുടെ ചിന്തകളെ കൂട്ടിക്കുഴിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ എനിക്കൊരു സന്തോഷവുമില്ല എന്ന് കരുതുന്നുണ്ടാവും. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലതാണത്. സ്വന്തം സൽപ്രവർത്തികൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനാവില്ല. സ്വന്തം പ്രവർത്തികൾ കൊണ്ട് ഒരു സ്ത്രീക്കോ പുരുഷനോ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾ എത്ര തന്നെ പള്ളിയിൽ പോയാലും, എത്ര തന്നെ സൽപ്രവർത്തികൾ ചെയ്താലും, ദാനധർമ്മം ചെയ്താലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്രത്തോളം ബൈബിൾ വായിച്ചാലും അത് നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കില്ല. നമ്മൾ അവയെല്ലാം ചെയ്യുന്നത് ദൈവത്തിങ്കിലേക്ക് പോകാനല്ല, നമുക്ക് നല്ലത് നടക്കാൻ വേണ്ടിയാണ്. അവൻ നമുക്കായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ്. നമുക്ക് വേണ്ടി അവൻ ചെയ്തിട്ടുള്ളതിനാൽ ദൈവം വിൽപ്പനയ്ക്കുള്ളതല്ല. അവന് നമുക്ക് വാങ്ങാനാവില്ല. കീഴടങ്ങുക മാത്രമാണ് നമുക്ക് ചെയ്യാനാവുക. നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വീണ്ടും സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ, നോക്കൂ ജോയ്സ്, ഞാൻ വിശ്വാസിയാണ്, പക്ഷെ ഞാൻ വീണ്ടും ജനിച്ചു എന്ന് അറിയില്ല എങ്കിൽ ഇന്ന് നിങ്ങളും എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. വേഗം എഴുന്നേറ്റ് നിൽക്കൂ. പേടിക്കേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. അതെ, അത് തന്നെ. ആമേൻ. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ കടക്കാനും അവൻ്റെ ആഗ്രഹം പോലെ ആക്കാനും ആഗ്രഹിക്കുന്നു. ആമേൻ. ശരി, നമുക്കെല്ലാവർക്കും ഇത് ഉറക്കെ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. ചിലപ്പോൾ ഒന്നും തോന്നില്ലായിരിക്കാം. പക്ഷെ സംഗതി ഇതാണ്, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം നിങ്ങളിൽ എന്തോ ചെയ്യാൻ പോകുന്നു. അതേ സുഹൃത്തേ, അത് തീർച്ചയായും നല്ലതായിരിക്കും. ഇന്നാണ് ശരിക്കും നിങ്ങളുടെ യഥാർത്ഥ ജന്മദിനം ആഘോഷിക്കാൻ പോകുന്നത്. ആമേൻ. പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് അങ്ങയെ വേണം. ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയാം. എനിക്ക് എന്നെ സഹായിക്കാനാവില്ല. യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങ് എനിക്കായി മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വില കൊടുത്തെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പകരം അങ്ങ് കഷ്ടപ്പെട്ടു. അങ്ങ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും എന്നിൽ വന്ന് വസിച്ചാലും എന്നെ കഴുകി ശുദ്ധീകരിച്ചാലും എന്നെ പുതിയതാക്കിയാലും എനിക്കൊരു പുതിയ ആരംഭം നൽകണമേ. എന്നെ ഒരു പുതു സൃഷ്ടിയാക്കണമേ. എനിക്കങ്ങയെ വേണം. ഞാൻ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നു. എന്നെ ഇതുപോലെ തന്നെ സ്വീകരിക്കണമേ. അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ ആക്കണമേ. ഞാൻ കീഴടങ്ങുന്നു. ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. അങ്ങെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ആ യാത്ര ഞാൻ സന്തോഷിക്കും. ആമേൻ. ദൈവത്തെ സ്തോത്രം ചെയ്യും. അത്ഭുതം. നിങ്ങൾ രക്ഷയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്കും പുതിയൊരു ദിവസത്തിലേക്കും സ്വാഗതം. എല്ലാം വളരെ എളുപ്പമായിരിക്കും. ഇനി എല്ലാം തന്നെ എളുപ്പമായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പുതിയ തരം ജീവിതം പഠിക്കാനുള്ള പുതിയൊരു അവസരം എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വ്യത്യസ്തമായി ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വ്യത്യസ്തമായി സംസാരിക്കാൻ പഠിക്കും.
കാരണം വേദപുസ്തകം പറയുന്നു, രണ്ടുപേർ ഒരുമനപ്പെടാതെ എങ്ങനെയാണ് ചേർന്ന് നടക്കാനാവുക എന്ന്. നിങ്ങൾ ദൈവവചനം പഠിക്കേണ്ടതാകുന്നു. എന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ ചിന്താജീവിതം ദൈവത്തോട് അനുകൂലമാവണം. നിങ്ങൾ ദൈവത്തോടൊത്ത് നടക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പകരം വില കൊടുക്കാനായി യേശു മരിച്ചു നൽകിയ ജീവിതം നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും ദൈവത്തെ പോലെ സംസാരിക്കാനും പഠിക്കണം. അതാണ് ദൈവത്തോടൊത്ത് നടക്കുക എന്നതിൻ്റെ യഥാർത്ഥാർത്ഥം. ഉദാഹരണത്തിന്, പണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മോശമായ അഭിപ്രായം ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ധാരാളം മോശമായ തെറ്റായ കാര്യങ്ങൾ പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ ഇന്നു മുതൽ അങ്ങനെ ചെയ്യരുത്. ഇന്നു മുതൽ ബൈബിൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതേ പറയാൻ പാടുള്ളൂ. അത് പറയാൻ തോന്നില്ലായിരിക്കാം, പക്ഷേ ബൈബിൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് പറയാൻ ആരംഭിക്കണം. താമസിയാതെ അത് നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാകും. ഉദാഹരണത്തിന്, ബൈബിൾ പറയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നെന്ന്. അതിനാൽ നിങ്ങൾ പറയണം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. വേദപുസ്തകം പറയുന്നു, യേശുക്രിസ്തുവിലായവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന്. അതിനാൽ നിങ്ങൾ പറയണം, എനിക്ക് എങ്ങനെ തോന്നിയാലും ശരി, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, എനിക്ക് ശിക്ഷാവിധിയില്ല. ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു, അവൻ എന്നിൽ പ്രവർത്തിക്കുന്നു, അവൻ ദിവസവും എന്നെ മാറ്റുന്നു. സാത്താൻ അരികിൽ വന്ന് നിങ്ങളുടെ കാതുകളിൽ നുണ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും മാറില്ലെന്ന് ചിന്തിപ്പിക്കാൻ ശ്രമിക്കും. നീ ജോയ്സ് മേയറുടെ കൂടെ അന്ന് TV യിൽ പ്രാർത്ഥിച്ചിട്ടും നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവൻ നിങ്ങളോട് പറയുമായിരിക്കും. നീ രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കുന്നുവോ? അവൻ പറയും, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിനക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ അവനെ ഓർമ്മിപ്പിക്കണം, വിശ്വാസത്താൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു, വിശ്വാസത്താൽ അവൻ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുക. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണെന്നും നിങ്ങൾ പറയണം. എഫേസ്യർ 2:10 മനോഹരമായ ഒരു വചനമാണ്. അതിൽ പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, യേശുക്രിസ്തുവിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് സംഭവിക്കുക, പുതിയ ജനനം. മുൻകൂട്ടി തന്നെ ദൈവം നമുക്കായി രൂപീകരിച്ച പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടുന്നതായിരിക്കും. ദൈവം നിങ്ങൾക്കായി ഒരു നല്ല പദ്ധതി ഒരുക്കിയിട്ടുണ്ട്, സൽപ്രവൃത്തികളിൽ പങ്കെടുക്കുക എന്ന്. ഇപ്പോൾ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സൽക്കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഞാനത് നിങ്ങൾക്കിങ്ങനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം 1 യോഹന്നാൻ 3:9, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും വീണ്ടും ജനിക്കുന്നില്ല. അതുതന്നെയാണ് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത്. ഇതിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുവാൻ തുനിയുകയില്ല എന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും പാപം ചെയ്യില്ലെന്നോ തെറ്റ് ചെയ്യുകയില്ലെന്നോ അല്ല. ഇതിൽ പറയുന്നു, പുതിയ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മീക മനുഷ്യൻ ദൈവത്തോട് ജീവനോടെയുണ്ട്, അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി തുടർച്ചയായി പാപം ചെയ്യാനാവില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ശല്യപ്പെടുത്തും. എന്തുകൊണ്ട്? കാരണം ദൈവത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ നിങ്ങളിൽ വസിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ തത്വം നിങ്ങളിൽ വസിക്കുന്നു. ഇതിൽ പറയുന്നു, ദൈവത്തിൻ്റെ വിത്ത് എന്ന്. വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ ദിവ്യമായ ബീജം നിങ്ങൾക്കുള്ളിൽ സത്യത്തിൽ വസിക്കുന്നു. ഞാനിതിങ്ങനെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീക്ക് ഭർത്താവ് മുഖേന ഗർഭമുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ബീജം അവളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു. അവിടെ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങുന്നു. ശരി, ദൈവത്തിൻ്റെ ബീജം യേശു ക്രിസ്തു ആകുന്നു. അവനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ യേശു നമ്മുടെ ആത്മാവിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു വിത്തുണ്ട്. വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് ദൈവം ആയതെല്ലാം നാമും ആകുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നിങ്ങൾ വിശ്വാസത്തിലൂടെ തീരുമാനമെടുത്ത് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് എത്തിയപ്പോൾ അവൻ നിങ്ങളിൽ ജീവിക്കാൻ നിങ്ങളുടെ ഉള്ളിലെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വിത്ത് നിങ്ങളിൽ വസിക്കാൻ എത്തി. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പലതരത്തിലുള്ള അത്ഭുതകരമായ പുതിയ സാധ്യതകൾ വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാൻ പഠിക്കാം, നിങ്ങൾക്ക് വ്യത്യസ്തമായി സംസാരിക്കാൻ പഠിക്കാം, നിങ്ങൾക്ക് വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ പഠിക്കാം. സ്വാർത്ഥരും സ്വകേന്ദ്രീകൃതമാവുന്നതിന് പകരം നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാൻ സാധിക്കും. നിങ്ങൾ നിരാശരായി നിരുത്സാഹത്തോടെ ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ധാരാളം അത്ഭുതകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. കാരണം ദൈവം ആ വിത്തിനെ നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുന്നു. വേറൊരു സുവാർത്ത ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതിൽ മുറുകെ പിടിച്ചിരിക്കേണ്ടതാകുന്നു. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യാതെ ഇരിക്കുകയില്ല. ജീവിതത്തിൽ എല്ലാം തികവുള്ളതുമായിരിക്കില്ല. പക്ഷേ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. അവൻ എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവും. വേദപുസ്തകം പറയുന്നു, 1 യോഹന്നാൻ 1:9, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവയെ സമ്മതിച്ചു കൊടുത്താൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ തുടർച്ചയായി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം എപ്പോഴും വിശ്വസ്തനാകുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുതിയ ജീവിതത്തിനായി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. നാളെ ഒരുപക്ഷെ നിങ്ങൾ ദേഷ്യപ്പെടാനിടയായേക്കാം,
മോശമായി പെരുമാറിയേക്കാം. അപ്പോൾ സാത്താൻ നിങ്ങളോട് പറയാൻ തുടങ്ങും, നോക്ക് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയണം, സാത്താനെ നീ നുണയനാണ്, ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ഇതും കൂടി പറയണം, പിതാവേ ഞാൻ കോപം എന്ന പാപത്തെ ഏറ്റുപറയുന്നു, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, എന്നെ ശുദ്ധീകരിക്കണമേ. നിങ്ങൾക്കൊന്നറിയാമോ, അവനത് ചെയ്യും. കാരണം അവൻ ഏത് നേരത്തും നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.